നിങ്ങൾ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം. കീബോർഡ്, ഗിറ്റാറ്, വയലിൻ, വായ്പ്പാട്ട് എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 75 10 520 887. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 860 630 74 51. അപ്പോൾ വിളിക്കാൻ മറക്കല്ലേ. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാണിക്യമലരായി പോയി എന്ന ഒരു മാപ്പിളപ്പാട്ടാണ്. നമുക്ക് ആ പാട്ടിൻ്റെ നൊട്ടേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, 5 ഘട്ട ശ്രുതിയിലാണ് പാട്ട് പോകുന്നത്. അപ്പോൾ നമുക്കാദ്യം ജി പൊസിഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ജി ബി സി ഡി ഡി സി ഡി ജി പ ധ നി സ രി രി സ നി ധ പ. ഓക്കെ, ഈ പാട്ടിനകത്ത് പല ഭാഗത്ത് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് റെസ്റ്റ് പറയുന്നില്ല, പക്ഷേ എങ്കിലും ആ റെസ്റ്റ് കട്ട് ചെയ്താണ് നോട്ടുകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ നോട്ട് അതുപോലെ അങ്ങ് പഠിച്ചാൽ മതി. റെസ്റ്റ് പറയാൻ പോയി കഴിഞ്ഞാൽ തുടക്കക്കാരായിട്ടുള്ളവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് വരും. മനസ്സിലായ? അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നോട്ടുകൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. സപ്തസ്വരങ്ങൾ ഉപയോഗിച്ച നോട്ടുകൾ പറഞ്ഞുതരാം. പ നി ധ നി ധ പ പ നി ധ നി ധ പ മ മ പ ധ. അതാണ് ഒന്നാമത്തെ ലൈൻ. രണ്ടാമത്തെ ലൈൻ പ പ നി, ആദ്യത്തെ പോലെ തന്നെ ധ നി ധ പ മ ധ പ പ. ഇത് നമ്മൾ കവണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് പറയുന്നെങ്കിൽ 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇങ്ങനെ കൗണ്ട് ഉപയോഗിച്ച് പറഞ്ഞാൽ തുടക്കക്കാരായിട്ടുള്ളവർക്ക് ഈ കൗണ്ട് തെറ്റാൻ സാധ്യത ഒരുപാടാണ്. പഠിച്ചിട്ടുള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ 2 ലൈൻ ഇപ്പോൾ പറഞ്ഞതെന്ന് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഞാൻ വായിക്കാം. പ നി ധ നി ധ പ മ മ പ ധ പ നി ധ നി ധ പ മ ധ പ പ. മാണിക്യമലരായ പൂവി മഹതിയാം കത്തീജ ബീവി. അത്ര മനസ്സിലായല്ലോ. ഇനി അടുത്ത ലൈനിലേക്ക് ദസ ദസ സ സരി ദസ സ സരി ദ സ സ സരി നി നി ധ നി പ മ. അപ്പോൾ അതെങ്ങനെ വരും? മക്കയെന്ന പുണ്യ നാട്ടിൽ. അപ്പം
അത് കഴിഞ്ഞിട്ട് മാ പ ത ധ നി പ. നോക്കിയാട്ടെ. മാ പ ധ ധ നി പ നി ധ നി പ മ. ഒന്നുകൂടെ കാണിച്ചു തരാം. മാ പ ധ ധ നി പ നി ധ നി പ മ. അത് കഴിഞ്ഞിട്ട് മാ പ ധ ധ സ നി ധ പ. അപ്പൊ നമുക്കിത് മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ. നമുക്ക്  ഈ പാട്ട് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിപ്പോഴും പഠിച്ചത്. ഇത് ശ്രദ്ധയോടുകൂടി പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് തരിക. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.